ബിഗ് ബോസ് സീസൺ 8 കോമണേഴ്സ് എൻട്രി ഇത് തീരുന്ന ലക്ഷണം കാണുന്നൊന്നുമില്ല. പുതിയ പ്രൊമോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതെ, ഓൾറെഡി ഒരു ഡേറ്റ് വന്നു, അത് അവസാനിച്ചു. അടുത്ത ലാസ്റ്റ് ഡേറ്റ് വന്നു, അതും അവസാനിച്ചു. എന്നാൽ ഇനിയും ഇതുവരെ അപ്ലൈ ചെയ്യാത്തവർക്ക് ഒരു അവസരവും കൂടെ കൊടുക്കുകയാണ് നമ്മുടെ ബിഗ് ബോസ് സീസൺ 8 അടുത്ത സ്പോൺസറായ വൈറ്റ് ഗോൾഡ്. അതെ, വൈറ്റ് ഗോൾഡിൻ്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. ഇപ്പോൾ ടി വിയിലും വരുന്നുണ്ട്, നേരത്തെ ഇന്നലെയൊക്കെ ഇൻസ്റ്റയിലും വന്നിട്ടുണ്ടായിരുന്നു. ഇതൊരു വ്യത്യസ്തമായ രീതിയിലാണ് നിങ്ങൾക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യേണ്ടത്. പറഞ്ഞു തരാം, ഇതുവരെ വന്നതുപോലെയൊന്നും അല്ല. എന്തായാലും ആൾക്കാർ അപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് നിന്ന് എന്തായാലും കുറച്ച് പേരെ എടുക്കും. എങ്ങോട്ടേക്ക്? അഗ്നി പരീക്ഷയിലേക്ക്. എന്താണ് സംഭവം എന്ന് പറയാം. ഓൾറെഡി ഓഡീഷൻ്റെ കാര്യം, ഓഡീഷൻസ് ഫസ്റ്റ് ഓഡീഷൻസ് കോളൊക്കെ ഒരുപാട് പേർക്ക് കോമണേഴ്സിന് വന്നിട്ടുണ്ട്. ചിലവർ വീഡിയോ കോൾ അറ്റൻഡ് ചെയ്തു, ഓൾറെഡി ഓഡീഷൻ കഴിഞ്ഞു. പിന്നെ ചിലർക്ക് സെക്കൻഡ് കോള് വരുന്നുണ്ട്, ഡയറക്റ്റ് ഓഡീഷന് വേണ്ടിയിട്ടുള്ളത്. എല്ലാം പറയാം. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇത് തീരുന്ന ലക്ഷണം കാണുന്നില്ല. എന്തായാലും അവസാനമായിട്ടൊരു നമ്മുടെ ഓഡീഷൻ്റെ അവസാനമാണോന്നൊന്നും അറിഞ്ഞൂടെ. എന്തായാലും ഒരു പ്രൊമോയും കൂടെ വന്നിട്ടുണ്ട് അല്ലേ, ഓഡീഷൻസിന് വേണ്ടിയിട്ടുള്ള പ്രൊമോയാണ്. അപ്പോൾ നമ്മുടെ ഹോട്ട്സ്റ്റാർ, ജിയോ ഹോട്ട്സ്റ്റാർ വഴിയുള്ളത് കഴിഞ്ഞു. ലാലേട്ടൻ്റെ അതേപോലെ തന്നെ മൈജി വന്നു. പിന്നെ നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് എൻട്രി എന്ന് പറഞ്ഞിട്ട് അഗ്നി പരീക്ഷ. അതേപോലെ തന്നെ ഇപ്പോൾ അടുത്ത നമ്മുടെ വൈറ്റ് ഗോൾഡ് വന്നിട്ടുണ്ട്. അടുത്ത ഫാസ്റ്റ് ട്രാക്ക് എൻട്രി ആയിട്ട്, അതായത് നമ്മൾ ചെയ്യാത്തവർ അപേക്ഷിക്കാം, അതായത് ചെയ്യാൻ പറ്റാത്തവർ. ഇനി ഒരു ഡൗട്ട് ഇപ്പോഴും എല്ലാവർക്കും ഉണ്ട്, ഇത് ഓൾറെഡി ചെയ്ത ആൾക്കാർക്ക് ഇനി അപേക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളത്. അതിനെക്കുറിച്ച് എനിക്കറിയാം. എന്തായാലും ചെയ്യാത്ത ആൾക്കാർക്കെന്നാണ് ഇതിനകത്ത് ക്ലിയർ ആയിട്ട് പറയുന്നത്. ലക്ഷ്മി നക്ഷത്രയാണ് ഇതിനകത്ത് ഈ പ്രൊമോയിലുള്ളത്. ബിക്കോസ് പുള്ളിക്കാരിയാണ് ഇത് വൈറ്റ് ഗോൾഡിൻ്റെ അംബാസഡറായിട്ട് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ എന്തായിരുന്നാലും ഇതിനകത്ത് ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഒരുപാട് പേർക്ക് ഓഡീഷൻ കോൾ വന്നു. കോമണേഴ്സിനൊക്കെ ഒരുപാട് പേർക്ക് ഓഡീഷൻ കോൾ വന്നിട്ടുണ്ടായിരുന്നു. കുറേ പേര് വീഡിയോ കോള്, അതായത് സൂം മീറ്റിംഗ് വഴി ഓഡീഷൻ കഴിഞ്ഞു എന്ന് പറഞ്ഞു. കുറച്ച് പേർക്ക് കഴിഞ്ഞു, ചിലവർക്ക് അതിനകത്ത് ഭാഗ്യമുള്ള ചില ആൾക്കാർക്ക് സെക്കൻഡ് ഓഡീഷനുള്ള മെയിൽ കിട്ടി, അത് ഡയറക്റ്റ് ഓഡീഷനുള്ള മെയിലൊക്കെ കിട്ടിയെന്നൊക്കെ അറിയാൻ സാധിച്ചു. ഇനിയും പക്ഷേ ഇപ്പോഴും വൈറ്റ് ഗോൾഡ് അവസരം കഴിഞ്ഞിട്ടില്ല. വൈറ്റ് ഗോൾഡ് വഴി അടുത്ത അവസരം നിങ്ങൾക്ക് കിട്ടുകയാണ്. അതിനകത്ത് ലാസ്റ്റ് ഡേറ്റ് പറയുന്നില്ല കേട്ടോ. ഇതിനകത്ത് മിക്കവാറും ജൂലൈ ഫസ്റ്റ് വീക്കൊക്കെ ആയിരിക്കും കേട്ടോ, എനിക്കറിയില്ല. എന്തായാലും ലാസ്റ്റ് ഡേറ്റ് പറയുന്നില്ല. എന്തായാലും ഇനിയും അപേക്ഷിക്കാം. അപ്ലൈ ചെയ്യാൻ ഇതുവരെ അപ്ലൈ ചെയ്യാത്തവർക്കുള്ള ഒരു വീഡിയോ ആണിത്. ഇതിനകത്ത് ചെയ്യേണ്ടത് നിങ്ങളുടെ വീഡിയോ എല്ലാവരും കാണുന്ന രീതിയിൽ അപ്ലോഡ് ചെയ്യണം. സത്യമായിട്ട് ഇതിനകത്ത് നിങ്ങളുടെ വീഡിയോ എല്ലാവർക്കും കാണാൻ സാധിക്കും. എങ്ങനെയാണ് സത്യം പറഞ്ഞാൽ കമ്പാരിസൺ ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് ഓരോരുത്തർ ചെയ്തേക്കണം എന്നുള്ളത്. നമ്മളിപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാർ മറ്റതൊക്കെ ഇതിനകത്ത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോ ഇടുന്നത് ആ സൈറ്റിലേക്ക് അവർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റും. കാര്യം അത് ഇൻസ്റ്റയിലാണ് നമ്മളിത് അപ്ലോഡ് ചെയ്യേണ്ടത്. നമ്മുടെ പേജിൽ തന്നെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. നിങ്ങളുടെ പേജ് എടുക്കുക, അതിനകത്ത് നിങ്ങളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുക. പക്ഷെ നിങ്ങൾ ടാഗ് ചെയ്യണം. എന്താ ടാഗ് ചെയ്യേണ്ടത്? ആരെ ടാഗ് ചെയ്യേണ്ടത്? @whitegold.kerala ഇതിനെ ഈ ഒരു പേജിനെ ടാഗ് ചെയ്യണം. എന്നിട്ട് വേണം നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ പേജിൽ അപ്ലോഡ് ചെയ്യാൻ. അതുകൂടാതെ നിങ്ങൾ whitegold.money/AP Kerala എന്ന് പറഞ്ഞ സൈറ്റ് വിസിറ്റ് ചെയ്യുക. അതിനകത്ത് നിങ്ങളുടെ ഈ ഓഡീഷൻ വീഡിയോയുടെ ലിങ്കും അത് കൂടി, അതായത് ഇതിനകത്തൊരു ഫോമും ഉണ്ടാകും, അതും കൂടെ ഫില്ല് ചെയ്തിട്ട് ചേർക്കുക. ഇത് രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്ത് ലക്ഷ്മി പറയുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ വൈറ്റ് ഗോൾഡിന് ടാഗ് ചെയ്തിട്ട് ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യുക. അതേപോലെ തന്നെ ഈ സൈറ്റ് വിസിറ്റ് ചെയ്തിട്ട് അതിനകത്ത് നിങ്ങളുടെ വീഡിയോയുടെ ലിങ്കും ആ ഫോം ഫില്ല് ചെയ്യുകയും വേണം. പിന്നെ അതിനകത്ത് അവസാന തീയതി ഞാൻ കണ്ടില്ല, നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറയാം. എന്തായാലും ജൂലൈ ഫസ്റ്റ് വരെയൊക്കെ ഉണ്ടാവുള്ളൂ. മാക്സിമം ജൂലൈ ഫസ്റ്റ് വീക്ക് മുഴുവനും ഉണ്ടാവുമായിരിക്കും. കുറച്ച് വീഡിയോസ് ഞാൻ കാണുന്നുള്ളൂ. എന്തോ ആൾക്കാർ ഒരു ചിലർക്കൊക്കെ ഒരു ചളുപ്പ് പോലെയൊക്കെ ഉണ്ടാവും, നമ്മുടെ വീഡിയോ എല്ലാവരും കാണില്ലേ. പക്ഷെ അങ്ങനെ ഒന്നും വിചാരിക്കണം, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഒരുപാട് പേര്, കുറച്ച് പേരൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്, അത് കാണുക. കുറേ നിങ്ങൾക്ക് തന്നെ സജഷൻസ് വരും, നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരുപാട് പേര് വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ എനർജി കൊണ്ട് നിങ്ങൾ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഇതാണ് അവസാന തീയതി ഇതിനകത്ത് ഇല്ല, അതാണ് ഒരു പ്രത്യേകത. അപ്പോൾ ഞാൻ പറഞ്ഞത് ബാക്കിയുള്ള ഓഡീഷൻസിൻ്റെ കാര്യം ഇപ്പോൾ സെലിബ്രിറ്റീസ് ഓഡീഷനൊക്കെ ഏകദേശം നടക്കുന്നു, കഴിഞ്ഞു. ചിലവർക്കൊക്കെ കൺഫേം ആവുന്നു. പിന്നെ നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റ് ഓൺ ദ വേ ആണ്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, കോമണേഴ്സ് ഓഡീഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നു. മിക്കവാറും ഞാൻ പറഞ്ഞില്ല ഓഗസ്റ്റിലായിരിക്കാം അഗ്നി പരീക്ഷ വരുന്നത്. ജൂലൈ ഓഗസ്റ്റ് ആ സമയത്ത്, സെപ്റ്റംബറിലാകാം നമ്മുടെ ബിഗ് ബോസ്. ഞാൻ പറഞ്ഞൊരു ഡേറ്റ് സെപ്റ്റംബർ 6 ആ വീക്ക് ആവാനാണ് ബിഗ് ബോസ് മലയാളം സീസൺ 8 തുടങ്ങാനുള്ള ചാൻസും കാണുന്നത്. നമുക്ക് കാത്തിരിക്കാം എന്തായിരുന്നാലും. അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ നമ്മുടെ ഹിന്ദിയിൽ എല്ലാവരും കാണുന്നുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ, നെറ്റ്ഫ്ലിക്സിനകത്ത് ഉള്ള റിയാലിറ്റി ഷോസ് ഒന്ന് തുടങ്ങിയിട്ടുണ്ട്, 2 തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് നെറ്റ്ഫ്ലിക്സിൽ നമ്മുടെ ലോക്കപ്പ് 2 ആണ്. അത് കണ്ടു തുടങ്ങിയവരാരൊക്കെയാണ് പറയുക.
നമുക്ക് താഴെ സബ് ടൈറ്റിൽസ് ഉണ്ട്. അതിനകത്ത് നമ്മുടെ പ്രിയ താരങ്ങളെല്ലാം ഉണ്ട്. എനിക്ക് ലോക്കപ്പാണ് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തത്. നമ്മുടെ യോഗേഷ് വന്നിട്ടുണ്ട് അടുത്ത പുതിയ സ്റ്റോറിയൊക്കെ ആയിട്ട്. ദൈവമേ ഒന്നും പറയാനില്ല. എന്തായിരുന്നാലും ബാക്കിയുള്ളവരുണ്ടല്ലോ, അവരെ കാണാമല്ലോ, ഇവരെ മാത്രം കണ്ടുകൊണ്ടിരിക്കണ്ടല്ലോ, അങ്ങനെ ഒരു സമാധാനമുണ്ട്. അപ്പോൾ ലോക്കപ്പ് സീസൺ 2 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ പ്രൈമിൽ അലയൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ലോക്കപ്പാണ് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തത്. പിന്നെ ഖത്രോക്കി കിലാടി ഓൺ ദ വേ. അപ്പോൾ ഇങ്ങനെ എല്ലാ റിയാലിറ്റി ഷോസും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കാണുക. അതൊക്കെ ആരൊക്കെ കാണുന്നുണ്ടെന്ന് പറയുക. പിന്നെ നമുക്ക് പ്രഡിക്ഷൻ ലിസ്റ്റ് നോക്കാം. ഇതിപ്പോൾ ഇതാ കണ്ടില്ലേ, ഇത് തീരുന്നില്ല, അങ്ങനെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ മെയിൻ സ്പോൺസേഴ്സ് എനിക്ക് തോന്നുന്നു അഗ്നിപരീക്ഷ ബിഗ് ബോസ് സീസൺ 8-ന്റെ മെയിൻ സ്പോൺസേഴ്സ് മൈജിയും വൈറ്റ് ഗോൾഡും ആവാനാണ് ചാൻസ്. സോ അവർ രണ്ടുപേരും കൂടെ ആയിരിക്കും ഇതിൻ്റെ സ്പോൺസർ അല്ലേ, നമ്മുടെ അഗ്നിപരീക്ഷയുടെ. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല. എന്തായിരുന്നാലും അവസാന ചാൻസ് എന്ന് കരുതി നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടട്ടെ. നമുക്ക് നോക്കാം, കാത്തിരിക്കുക. ആകെ കൂടെ ഒരു 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 ഇതല്ലേ, ഇങ്ങനെ ഒന്നും ഇല്ലാത്ത പോലെ. പക്ഷെ അങ്ങനെയൊന്നുമില്ല. നമുക്ക് സട കുടഞ്ഞ് എഴുന്നേൽക്കാം. നമുക്ക് കാത്തിരിക്കാം കേട്ടോ. നമുക്ക് വരും ബിഗ് ബോസ് നാളുകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടൊരു ജഗപുകയൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ എന്തായാലും കാത്തിരിക്കാം. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.